ഹലോ ഗായ്സ്, വെൽക്കം ടു കൂലു അൺസ്ക്രിപ്റ്റഡ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് രാവിലെ തന്നെ ചിക്കൻ കഴിക്കണമെന്ന മോഹവുമായി ഞാൻ അടുക്കളയിലെത്തി പോയി ചിക്കൻ മേടിച്ച് വന്ന് ചോറിന് അരിയിട്ട് കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയായിട്ട് ഉള്ള ഒരു സംഭവമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷെ കുക്കിംഗ് കഴിഞ്ഞുള്ള പാത്രം കഴുകൽ അത്ര നല്ലതല്ല. ചിക്കൻ കറിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി തിളച്ച് വന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചീനി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെട്ടിക്കൂട്ടി പുഴുങ്ങിയെടുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ ചിക്കൻ കറി. ചിക്കൻ കറി എന്നല്ല, എന്തോ കറി വെച്ച് കഴിഞ്ഞാലും എന്തോ ഇതാണെങ്കിലും ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഉപ്പുണ്ടോ, പുളിയുണ്ടോ, എരിയുണ്ടോ, കാരണം അത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുന്നതാണല്ലോ. ആ ഒരു കോൺസെപ്റ്റാണ്. അല്ലാതെ എനിക്ക് കൊതി ഉണ്ടായിട്ടല്ല ഞാൻ കഴിക്കുന്നത്. പിന്നെ വൈകുന്നേരം അപ്പോൾ MGയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ബാക്കി എല്ലാവരും കോളേജിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ശംഖുമുഖത്തേക്ക് വന്നു. ഞാൻ കോളേജിൽ പോയില്ല. അങ്ങനെ ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങ് എത്തി. ഓ, എന്ത് രസമായിരുന്നു എന്നറിയാമോ! അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ പൊളിയാണ് ഗൈസ്. നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി നോക്കൂ. പിന്നെ MGയുടെ ബർത്ത്ഡേക്ക് MG വന്നില്ല, ബാക്കി എല്ലാവരും വന്നു. അങ്ങനെ ദേവനന്ദന ഇങ്ങനെ ഭയങ്കര കോമഡിയൊക്കെ, ഇപ്പം സുനാമി വന്നാൽ എന്ത് ചെയ്യും, ഇപ്പം അത് വന്നാൽ എന്ത് ചെയ്യും, ഇത് വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. മേഘയ്ക്ക് ഒട്ടും വയ്യാതെ ആ സൈഡിൽ ചാരി ഇരുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ MG. ഇത് പൂജ, ഇതാണ് പൂജ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് വന്നു. കേക്ക് അടിപൊളി കേക്കായിരുന്നു, സെറ്റ് കേക്കായിരുന്നു. സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത കേക്കാണ്. നല്ല ചോക്ലേറ്റ് കേക്കായിരുന്നു. സ്വന്തമായി കേക്ക് വെട്ടി സ്വന്തമായി തന്നെ കഴിച്ച് MG ആസ്വദിച്ചു. ഫ്രഷേഴ്സ് ഡേക്ക് ഓർഡർ ചെയ്ത MGയുടെ ഡ്രസ്സാണ്. ഫ്രഷേഴ്സ് ഡേ ഒക്കെ കഴിഞ്ഞാണ് അവൾക്ക് കിട്ടിയത്. ബർത്ത്ഡേക്ക് ഇടാനായിരുന്നു അവൾക്ക് അത് യോഗം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസും കോഫിയും പറഞ്ഞു. അങ്ങനെ ഞങ്ങളതെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ രാധിക കുറച്ച് ഇമോഷണലായി. പിന്നെ അവിടെ ഇരുന്ന് പോകാനുള്ള തത്രപ്പാടുകളിലേക്കൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങാറായി. പിന്നെ മേഘ പറയുന്നത് ഫുഡൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ കേക്ക് വാരി തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് നകത്തി കയറിയെന്നാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.